ഭദ്രം കർണേഭിः ശൃണുയാമദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസस्तनूः यशेमदेवहितं यदायुः। स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो वरिष्ठनेमिः स्वस्ति नो बृहस्पतिर्दधातु। ॐ शान्ति शान्ति शान्तिः। ॐ प्रज्ञानां सुप्रदानैः स्थिरधरनिकरव्यापिभिर्व्याप्य लोकान् भुक्त्वा भोगान् स्थविष्ठान् पुनरविधिषणोल्भासितान् कामजन्यान् पीत्वा सर्वान् विशेषान् सुविधिमधुरभुं मायया भोजयन्नो माया सङ्ख्यादुरीयं परममृतमजं ब्रह्म यत्तन्नतोऽस्मि। यो विश्वात्मा विधिजविषयान् राश्य भोगान् स्थविष्ठान् पश्चाश्चान्यान् स्वमतिविभवान् ज्योतिषा स्वेन सूक्ष्मान् नेतान् पुनरपि शनैः शाल्मैः स्थापयित्वा हित्वा सर्वान् विशेषान् विगतगुणगणः पात्वसो नस्तुरीयः। ओमित्येतदक्षरमिदं सर्वं तस्योपव्याख्यानं भूतं भवद्भविष्यदिति सर्वमोङ्कारेव यच्चान्यत्रिकालातीतं तदप्योङ्कारेव। सर्वं ह्येतद्ब्रह्म अयमात्मा ब्रह्म सोऽयमात्मा चतुष्पाद जागरितस्थानो बहिष्प्रज्ञः सप्ताङ्गैकोनविंशतिमुखः स्थूलभुग्वैश्वानरप्रथमपादः स्थानोऽन्तःप्रज्ञः सप्ताङ्गैकोनविंशतिमुखः प्रविविक्तभुक्तैजसो द्वितीयपादः न कञ्चन कामङ्गामेते न कञ्चन स्वप्नं पश्यति तत्सुषुप्तं सुषुप्तस्थानैकीभूत आनन्दभुक्चेतोमुखप्राज्ञस्तृतीयपादः एष सर्वेश्वर एष सर्वज्ञ एषोऽन्तर्याम्येष योनि सर्वस्य प्रभवाप्ययो हि भूतानां बहिष्प्रज्ञो विभुर्विश्वो ह्यन्तःप्रज्ञस्तु तैजस खनप्रज्ञस्तथा प्राज्ञा एकैव त्रिधा स्मृता। दक्षिणाक्षिमुखे विश्वो मनस्यन्तस्तु तैजस आकाशे च हृदि प्राज्ञस्त्रिधा देहे व्यवस्थिता। विश्वो നമ്മളെടുത്തതല്ലേ വിശ്വോ ഹി സ്ഥൂലഭും നിത്യം തൈജസ പ്രവിവിക്തഭുക് ആനന്ദഭുക് തഥാ പ്രാജ്ഞാ ത്രിധാ ഭോഗം നിബോധത സ്ഥൂലം തർപ്പയതേ വിശ്വം പ്രവിവിക്തം തു തൈജസം ആനന്ദശ്ച തഥാ പ്രാജ്ഞം ത്രിധാ തൃപ്തിം നിബോധത। വിശ്വഃ ഹി സ്ഥൂലഭുക് നിത്യം തൈജസഃ പ്രവിവിക്തഭുക് ആനന്ദഭുക് തഥാ പ്രാജ്ഞഃ ത്രിധാ ഭോഗം നിബോധത। സ്ഥൂലം തർപ്പയതേ വിശ്വം പ്രവിവിക്തം തു തൈജസം ആനന്ദഃ ച തഥാ പ്രാജ്ഞം ത്രിധാ തൃപ്തിം നിബോധത। വിശ്വോ ഹി സ്ഥൂലഭും നിത്യം വിശ്വൻ എന്ന് പറഞ്ഞാൽ സ്ഥൂലപ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ട് സ്ഥൂലഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ
അത് സ്ഥൂലഭുക്കാണ്. വിശ്വൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. വിശ്വൻ ദക്ഷിണാക്ഷിമുഖത്തിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ആ ദക്ഷിണാക്ഷിയിലിരുന്നു കൊണ്ട് ഈ സ്ഥൂല ഭോഗ്യ വസ്തുക്കളെ അറിയുകയും അതെല്ലാം അനുഭവിക്കുകയും സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ആളാണ്, ചെയ്യുന്ന ആ ജീവനെയാണ് വിശ്വൻ എന്ന് പറയുന്നത്. ആ വിശ്വോഹി സ്ഥൂലഭുക്, അയാൾ സ്ഥൂല വിഷയങ്ങൾ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. ഭുക് ഭുജിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക എന്നർത്ഥം. സ്ഥൂല വിഷയങ്ങളെ മാത്രമേ ഈ വിശ്വൻ അനുഭവിക്കുന്നുള്ളൂ. ഈ വിശ്വൻ സ്വപ്നത്തിലോട്ട് പോകുന്നില്ലല്ലോ. ഇവിടെ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നില്ലേ, നമ്മളൊക്കെ ആശ്രമത്തിൽ കൂടിയിരിക്കുന്നു എന്ന് നമ്മൾ ഒരു ഓർമ്മ പോലും ഇല്ല. അപ്പോൾ ഈ വിശ്വൻ അങ്ങോട്ട് പോയിട്ടില്ല, ഇവിടെ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അയാൾക്ക് സ്ഥൂലഭോഗങ്ങൾ മതി, സ്ഥൂലഭോഗങ്ങൾ കൊണ്ട് തൃപ്തിയാകും. സ്ഥൂലഭുക്കായിട്ട് സ്ഥൂലം തർപ്പയതേ വിശ്വം, ആ വിശ്വനെ സ്ഥൂല ഭോഗങ്ങൾ തൃപ്തിപ്പെടുത്തുന്നു, അതുകൊണ്ട് തന്നെ തൃപ്തിപ്പെടുന്നു. തൈജസ പ്രവിവിക്തഭുക്, തൈജസ് എന്ന സ്വപ്നാഭിമാനിയായ പുരുഷൻ, സ്വപ്നാഭിമാനിയായ ആ പുരുഷൻ അനുഭവിക്കുന്നത് സൂക്ഷ്മഭോഗങ്ങളാണ്. സൂക്ഷ്മഭോഗങ്ങൾ കൊണ്ട് അയാൾക്ക് പ്രവിവിക്തം തു തൈജസം, തൈജസം പ്രവിവിക്തം തർപ്പയതേ, ആ തൈജസ്സിനെ സ്ഥൂല ഭോഗങ്ങൾ തൃപ്തിപ്പെടുത്തുന്നു. ആനന്ദഹാച തഥാ പ്രാജ്ഞം, പ്രാജ്ഞനെ പ്രാജ്ഞൻ ആനന്ദഭുക്കാണ്. ആനന്ദഭുക് തഥാ പ്രാജ്ഞ, പ്രാജ്ഞൻ ആനന്ദഭുക്കാണ്. ആ ആനന്ദം പ്രാജ്ഞം തർപ്പയതേ, പ്രാജ്ഞനെ തൃപ്തിപ്പെടുത്തുന്നു. അങ്ങനെ ത്രിധാ ഭോഗം ത്രിധാ തൃപ്തി, 3 വിധ ഭോഗങ്ങൾ കൊണ്ട് നമ്മൾ വിചാരിക്കുക നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ഇത്രയോ ഉപാധികളോട് അന്ധക്കരണ വിശിഷ്ട ചൈതന്യമാണ് ജീവൻ എന്ന് പറയുന്നത്. ജീവൻ, നമ്മളീ ജീവൻ ഞാനെന്ന് അഭിമാനിക്കുന്ന അന്ധക്കരണ വിശിഷ്ട ചൈതന്യമാണ്. അതായത് അന്ധക്കരണം ഉണ്ട് അവിടെ. ആ അന്ധക്കരണം ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ ഏകോപനവിംശതി മുഖനായി സപ്താംഗനായിരിക്കുന്ന ആ വിശ്വൻ, അതായത് ഈ ജീവൻ എല്ലാ ഉപാധികളിലും കൂടി പ്രവർത്തിക്കുമ്പം ജാഗ്രത, കുറേ ഉപാധികൾ, സ്ഥൂല ഉപാധികൾ മാറി സൂക്ഷ്മ ഉപാധികൾ മാത്രമുള്ളപ്പം വിശ്വനാണ്, അയാൾ തൈജസനാണ്, സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഇതെല്ലാം അടങ്ങി അങ്ങിരിക്കുന്ന അവസ്ഥയാണ് പ്രാജ്ഞ. ഒരു ഉപാധിയും പ്രവർത്തിക്കാതെ കേവല പ്രാണൻ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത. അപ്പോൾ എല്ലാ ഉപാധികളുള്ളതും കുറേ ഉപാധികൾ പിൻവലിഞ്ഞ് കുറച്ച് സൂക്ഷ്മ ഉപാധികളോട് മാത്രം ഇരിക്കുന്നതും എല്ലാ ഉപാധികളും വിലയിച്ചിരിക്കും. ഇങ്ങനെ 3 അവസ്ഥകളാണ് ജീവനുള്ളത്. ആ ജീവനെ നമ്മളെ ഈ കഠോപനിഷത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്കുഷ്ടമാത്ര പുരുഷോന്തരാത്മാ സദാ ജനാനാം ഹൃദയേ സന്നിവിഷ്ട തം പ്രവൃഹേൽ മുഞ്ചാദിശൈ ഇഷീകൈവം, അതിനെ പ്രവൃഹേൽ തിരിച്ചറിയണം. അങ്കുഷ്ടമാത്ര പുരുഷോന്തരാത്മാ സദാ ജനാനാം ഹൃദയേ സന്നിവിഷ്ട. നമ്മുടെ ഹൃദയം എന്ന് പറയുമ്പോൾ ഏറ്റവും സൂക്ഷ്മമായ സ്ഥലം. ഇവിടെ ഇതിൻ്റെ അകത്ത് ബൃഹദാരണ്യത്തിൽ പഠിക്കും, അന്ധക്കരണം ജാഗ്രതയായിട്ടിരിക്കുമ്പോൾ ശിരസിലാണ് ഇരിക്കുന്നത്. അവിടെയാണ് ഉപാധികളെല്ലാം പ്രവർത്തിക്കുന്നത്. ഈ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം അവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഹൃദയം അതും ഒരു സ്ഥാനം, അത് ഉറങ്ങാനുള്ള സ്ഥലമാണ്. ഹൃദയം ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ഇരുന്ന് പ്രവർത്തി നടക്കും. അപ്പോൾ അങ്ങനെ അവിടെ അന്തരാത്മാവ് ഇരിക്കുന്നുണ്ട്. പുരുഷ അന്തരാത്മാ സദാ ജനാനാം ഹൃദയെ സന്നിവിഷ്ട, ജനങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ സന്നിവിഷ്ടനായിട്ടിരിക്കുന്നു ഈ അന്തരാത്മാവ്. അതിനെ എങ്ങനെ പ്രവൃഹേ മുഞ്ചാതിവേശീക, മുഞ്ചപ്പുല്ലിൽ നിന്നും എങ്ങനെ ഇഷീകയെ വേർപെടുത്തിയെടുക്കുമോ, എത്ര ശ്രദ്ധിച്ച് പൊട്ടും പൊട്ടാതെ, പൊട്ടിയ നീളം കുറഞ്ഞു, പൊട്ടും പൊട്ടാതെ അതിൻ്റെ പുറത്തെ ഈ കച്ചി പോലുള്ളതിനെ ഇങ്ങനെ മാറ്റി അഴിഷീകയെ
ഒട്ടും പൊട്ടാതെ അങ്ങോട്ട് വേർപെടുത്തിയെടുക്കുന്നത് എപ്രകാരമാണ്. അതായത് അത്രമാത്രം ശ്രദ്ധിച്ച് ഈ ആത്മാവിനെ മറ്റെങ്ങും അവിടെ ഒരു ഭംഗം വരാതെ ആത്മാവിനെ മാത്രം വേർപെടുത്തിയിട്ട്. ഇപ്പോൾ ഇതിനോട് കൂടിയത് ഇപ്പോൾ ഒരാൾ പറയണ ഞാൻ നമുക്കൊരു വിശേഷണം കൊടുക്കുക, ആ വിശേഷണം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രവൃഹേത മുഞ്ചാതി ഷീകേവ എന്ന് പറയുന്നത്. ഈ എങ്ങനെ ഷീക മാത്രമായിട്ട് എടുക്കുന്നു, അതുപോലെ ഇത്രമാത്രം ഉപാധികളിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ ജീവൻ്റെ ആ മനസ്സിനെ എല്ലാത്തിൽ നിന്നും ഉപരമിപ്പിച്ച് ആത്മസ്വരൂപത്തിൽ എത്തിക്കണം. ആത്മാവിനെ വേർതിരിച്ചറിയാം. അതിനാണ് ഈ പറയുന്നതല്ല. ഇപ്പം ഇവിടുത്തെ മുഞ്ചപ്പുല്ലിൽ നിന്ന് എങ്ങനെ ഷീകയെ വേർപെടുത്താം, അതുപോലെ എപ്രകാരമാണോ പ്രയത്നിക്കുന്നത്, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത്, അപ്രകാരം ശ്രദ്ധയോടുകൂടി ഈ പ്രവൃത്തി ഈ മനനം ചെയ്യണം. ഇത് മനനം. നമ്മളിപ്പോൾ ഈ പരാവിദ്യം പഠിച്ചു കഴിഞ്ഞ ഉപനിഷത്തിൽ. അപരാവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പരാവിദ്യ എന്ന് പറഞ്ഞാൽ 6 ഉപനിഷത്തും 4 ഉപനിഷത്തും അതിൻ്റെ ശാസ്ത്രങ്ങളും എല്ലാം തന്നെ പരാവിദ്യയാണ്. വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പരാവിദ്യയാണ്. അപരാവിദ്യ എന്ന് എല്ലാം അപരാവിദ്യയാണ്. പരാവിദ്യ എന്ന് പറയുന്നത് ഇതുപോലെ ഇതിനെ വേർപെടുത്തി എടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് പരാവിദ്യ. അപ്പം ആ പരാവിദ്യയാണ് ഉപനിഷത്തിൽ നമ്മൾ അഭ്യസിക്കേണ്ടത്. അപ്പം ഇത് പരാവിദ്യയാണ്. ഇങ്ങനെ വേർപെടുത്തിയെടുക്കുക. എങ്ങനെ വേർപെടുത്തിയെടുക്കുന്നത്? വേർപെടുത്തിയെടുക്കാനുള്ള ഒരെണ്ണമാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് നിൻ്റെ ഒരനുഭവം നീ പരിശോധിക്കുക. എന്താണ് പരിശോധിക്കുക? നമ്മളിപ്പോൾ ഇതെല്ലാം കണ്ടു കേട്ട് ഇങ്ങനെ തൃപ്തിയായിട്ടിരിക്കുന്നു. സ്ഥൂല ഭോഗങ്ങളാണ് വിശ്വനെ തൃപ്തിയാക്കുന്നത്. ഇങ്ങനെ തൃപ്തിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് വാസ്തവമാണോ? ഈ അവസ്ഥ ശാശ്വത, ഈ അനുഭവങ്ങളും എല്ലാം സത്യമായിരുന്നെങ്കിൽ ഇതിങ്ങനെ തന്നെ തുടർന്ന് നിൽക്കണം. അതുപോലെ നമ്മൾ ഈ മനനം ചെയ്യുമ്പം ഈ ഒരു നിർവചനം ഓർത്തിരിക്കണം. എന്താണോ മാറുന്നത്? സത്യം അബാധ്യം, ബാധ്യം മിഥ്യ. അപ്പം എന്താണോ മാറിപ്പോകുന്നത്? മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ ഈ ജാഗ്രതത്തിന് 3 തരം സത്ത അംഗീകരിച്ചിട്ടുണ്ടല്ലോ. പ്രാതിഭാസിക സത്ത, വ്യാവഹാരിക സത്ത, പരമാർത്ഥ സത്ത. അപ്പം വ്യാവഹാരിക സത്തയാണ് നമ്മുടെ ഈ പ്രപഞ്ചം നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥൂല പ്രപഞ്ചം വ്യാവഹാരികമായ സത്തേ ഇല്ല എന്ന് വേദാന്തത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് മിഥ്യയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിഥ്യ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് തോന്നും, പക്ഷേ സത്യമല്ല. അത് തുടർന്ന് നിൽക്കുന്നില്ല. ഈ വിശ്വൻ സ്വപ്നത്തിലേക്ക് പോകുന്നേ ഇല്ല. സ്വപ്നത്തിലുള്ള ഇവിടെ എന്തെല്ലാം അനുഭവങ്ങൾക്ക് നമുക്കുണ്ടോ അതൊന്നും തന്നെ ആ സ്വപ്നത്തിലേക്ക് പോകുന്നില്ല. നല്ലതായാലും സുഖപ്രദമായാലും ദുഃഖപ്രദമായാലും ഒരു അനുഭവം പോലും സ്വപ്നത്തിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഇത് സത്യമല്ല എന്ന് ഋഷി പറഞ്ഞു. ഇത് സത്യമല്ല, ഇത് മിഥ്യയാണ്. കാരണം മാറിപ്പോകുന്നുണ്ട്, അതെപ്പോഴും ഒരുപോലെ നിൽക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ യാതൊരു സ്പർശവും ഇല്ലാതെയും ആ ജീവന് നിലനിൽപ്പുണ്ട്. ഇല്ലേ? ജീവനുണ്ട്, വ്യവഹാരമില്ല, സ്ഥൂല വ്യവഹാരമില്ല സ്വപ്നത്തിൽ. അപ്പോഴും ജീവനുണ്ട്. അതായത് ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ നിന്നും മാറി, സ്ഥൂല ശരീരം ഇതിൽ നിന്നെല്ലാം മാറി ഒരു സത്ത ആ ജീവനുണ്ട്. അതുപോലെ സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൽ സുഷുപ്തിയുമില്ല, ജാഗ്രതയുമില്ല. അതുപോലെ സ്വപ്നത്തിൽ നിന്ന് ഒരാൾ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ഉറക്കത്തിൽ ജാഗ്രതയുമില്ല, സ്വപ്നവുമില്ല, രണ്ടും മിഥ്യയായിപ്പോയി. അവിടെ എല്ലാം വിലയിച്ചിരിക്കുന്നു. അവിടെ ഒന്നും നമ്മൾ അറിയുന്നില്ല. ഒന്നും അറിയുന്നില്ല എന്നുള്ള വൃത്തി മാത്രമേ ഉള്ളൂ. ജീവൻ്റെ ഉപാധി എന്ന് പറയുന്നത് അവിദ്യയാണല്ലോ. ആ അവിദ്യ എങ്ങനെ നമ്മൾ അറിയും? എങ്ങനെ ഒന്ന് വ്യക്തമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉറക്കത്തിൽ ഒന്നും അറിയുന്നില്ല എന്നുള്ള രീതിയിലാണ് ആ വിദ്യ പ്രകടമാകുന്നത്. അപ്പോൾ ആ വിദ്യയിൽ എല്ലാം അങ്ങനെ മിഥ്യയിൽ നിന്നും നമ്മെ ഇങ്ങോട്ട് ഞാൻ അതല്ല എന്ന് അറിയണം. അപ്പം സ്ഥൂല വിഷയങ്ങളെല്ലാം മാറുമ്പോഴും ഞാനുണ്ട്. സ്വപ്ന വിഷയങ്ങളെല്ലാം മാറുമ്പോഴും ഞാനുണ്ട്. ഉറക്കത്തിൽ ഒന്നും അറിയുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും അറിയുന്നില്ല എന്ന് ഞാൻ അറിയുന്നുണ്ട്.
അപ്പം ജാഗ്രതവും സ്വപ്നവും സുഷുപ്തവും പരസ്പരം മാറിപ്പോവുകയാണ്. അത് മൂന്നും ബാധിക്കപ്പെടുകയാണ്. മൂന്നും ബാധിക്കപ്പെടുമ്പോഴും ഈ ബാധിക്കപ്പെട്ടതിനെ അനുഭവിച്ചതിനെയും അനുഭവമില്ലായ്മയെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യം ഉണ്ട്. അതാണ് സത്യം. നമ്മുടെ അന്ധകരണത്തിലെ എല്ലാ വൃത്തികളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും മാറാതെ എപ്പോഴും വ്യക്തമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ ചൈതന്യമാണ്. ഇപ്പം നമുക്ക് ഞാനെന്നൊരു അനുഭവം ഉണ്ടല്ലോ. ആ ഞാനിപ്പോൾ നമ്മൾ ഓരോന്നിനെയും അങ്ങോട്ട് വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഇതാണ് ഞാൻ. അപ്പോൾ ഒരുപാട് വിശേഷണം നമ്മൾ കൊടുക്കുകയാണ്. എല്ലാ വിശേഷണവും അങ്ങോട്ട് മാറ്റുക. ഞാൻ എന്നുള്ളതിൻ്റെ എല്ലാ വിശേഷണങ്ങളും മാറ്റി ഒരു നിർവിശേഷമായിട്ട് ഇരിക്കുന്ന ആ ഞാൻ, അത് കേവല ബോധമാണ്, അത് സത്തയാണ്. അതാണ് ആ ഞാൻ എന്നുള്ള രീതിയിൽ അന്ധകരണത്തിൽ കൂടി നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ ഞാൻ അറിയുന്നതിന് കാരണം അന്ധകരണത്തിൽ കൂടെ വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അറിയത്തില്ല. അപ്പോൾ ഏറ്റവും സാത്വികമായതുകൊണ്ട് അതിൽ കൂടി വരുന്ന ആ ഒരു ആത്മചൈതന്യം അറിയുന്നുണ്ടോ? ഞാനെന്ന രീതിയിൽ അതെല്ലായിടവും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ വേർതിരിച്ചറിയണം. ഈ ഞാൻ എന്നുള്ളതിനെ, ഞാൻ അറിയപ്പെട്ട എല്ലാത്തിൽ നിന്നും വേർതിരിച്ച് ആ ഞാൻ മാത്രം നിർവിശേഷമായ ബോധം, അതിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് പരാവിദ്യ. അപ്പോൾ ആ പരാവിദ്യയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പറഞ്ഞു മൂന്ന് ജീവന് 3 അവസ്ഥകളുണ്ട്. ആ 3 അവസ്ഥകളിലും സ്ഥൂല വിഷയങ്ങൾ കൊണ്ടും സൂക്ഷ്മ വിഷയങ്ങൾ കൊണ്ടും ആനന്ദം കൊണ്ടും തൃപ്തിയാകും. ത്രിഷു താമസു യത് ഭോജ്യം ഭോക്തായശ്ച പ്രകീർത്തിത വേദൈതദുഭയം യസ്തു സ പുഞ്ചാനോ ന ലിപ്യതേ. ത്രിഷു താമസു യത് ഭോജ്യം ഭോക്താ യഃ ച പ്രകീർത്തിതഃ വേദ ഏതത് ഉഭയം യഃ തു സഃ ഭുഞ്ജാനഃ ന ലിപ്യതേ. ത്രിഷു താമസു യത് ഭോഗ്യം. ത്രിഷു താമസു, 3 ധാമങ്ങൾ. ധാമം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, നമ്മുടെ സ്ഥാനം, നമ്മുടെ അവസ്ഥ, നമ്മുടെ ധാമം എന്ന് പറഞ്ഞാൽ വീടെന്നുള്ളത് നമ്മൾ വിശ്രമിക്കുന്ന സ്ഥലം. ഇപ്പോൾ സ്ഥാനങ്ങളെന്ന് ഇവിടെ അർത്ഥം. സ്ഥാനങ്ങൾ. ത്രിഷു താമസു, 3 സ്ഥാനങ്ങളിൽ ഈ ജീവന് 3 സ്ഥാനങ്ങൾ ഇരിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ 3 സ്ഥാനങ്ങൾ നേരത്തെ പറഞ്ഞു. ദക്ഷിണാഭിമുഖം, മനസ്സ്യന്തസ്തു, മനസ്സിനുള്ളിൽ, അതുപോലെ ആകാശേച്ച ഹൃദയാകാശത്തിൽ ഇങ്ങനെ 3 സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഈ 3 ധാമങ്ങളിലും ഇരുന്നു കൊണ്ട് ഭോജ്യം, എന്താണോ ഭോജ്യം, എന്താണോ കുതിക്കുന്നത്, എന്താണോ അനുഭവിക്കുന്നത്, അതായത് ജാഗ്രതത്തിൽ എന്തനുഭവിക്കുന്നു, സ്വപ്നത്തിൽ എന്തനുഭവിക്കുന്നു, സുഷുപ്തിയിൽ എന്തനുഭവിക്കുന്നു, ഇതെല്ലാം തന്നെ ഭോജ്യം, ഏതൊക്കെയാണോ അനുഭവിക്കുന്നത്, ഭോക്ത, അനുഭവിക്കുന്നത് ആരാണ്? അനുഭവിക്കുന്നത് വിശ്വനാണ് ജാഗ്രത അനുഭവിക്കുന്നത്, തൈജസനാണ് സ്വപ്നം അനുഭവിക്കുന്നത്, ആനന്ദം അനുഭവിക്കുന്നത് പ്രാജ്ഞനാണ്. അപ്പം ആ ഭോക്താവും യഹാച പ്രകീർത്തിത. അപ്പോൾ ഇവിടെ ഈ 3 അവസ്ഥകളിലും ഇരുന്ന് ഭോഗങ്ങൾ അനുഭവിക്കുന്ന ഭോക്താവിനെ കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം തന്നെ വേദ ഏതദുഭയം, ഈ രണ്ടിനെയും, ഏതാണ്? ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഉള്ള 2 എണ്ണം ഏതാണ്? ഭോക്താവും ഭോജ്യവും. ഭോജ്യം എന്നുള്ളത് ഒരുമിച്ചെന്നെടുത്തു. അതുപോലെ ഭോക്താവ്, ഒരാളാണല്ലോ ഭോക്താവ്. ഞാനല്ലേ സ്വപ്നം കണ്ട ഞാൻ തന്നെയല്ലേ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ തന്നെയാണ് അത്. ഏതദുഭയം, ഇതിനെ ആരാണോ അറിയുന്നത്, യഹാതു സ പുഞ്ചാനഃ ന ലിപ്യതേ. ഇതിനെ ഭോക്താവിനെയും ഭോജ്യത്തെയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യം, അത് പുഞ്ചാനഃ, ഒരു സുഖത്തെയോ ദുഃഖത്തെയോ ഒന്നും അനുഭവിക്കുന്നില്ല. ന ലിപ്യതേ, ഒന്നിനോട് ലേപനം ചെയ്യുന്നുമില്ല, ഒന്നിനോടും പറ്റിപ്പിടിക്കില്ല, ഒരു പറ്റുമാനം ഉണ്ടാകുന്നില്ല ഒന്നിനോട്. ഇപ്പം ഒരു സുഖമുണ്ടായി, ആ സുഖം എന്നും നിലനിൽക്കണമെന്ന് ജീവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ജീവനെയും ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യം അല്പം പോലും അതിൽ പറ്റുമാനം ഉണ്ടാകുന്നില്ല ജീവൻ. അപ്പം വാസ്തവത്തിൽ ഈ ഭോജ്യം എന്ന് പറയുന്നത്, ഭോജ്യം എന്താണ്?
നമുക്ക് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത് 5 വിധത്തിലേ അറിയുന്നുള്ളൂ, അല്ലേ? 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടെ മാത്രമേ നമ്മൾ പ്രപഞ്ചത്തെ അറിയുന്നുള്ളൂ. ഒരു ഒരു പൂവ് അവിടെ ഇരിക്കുന്നു എന്ന് കണ്ടു. അപ്പോൾ പൂവാണെന്ന് കണ്ണറിയുന്നുണ്ടോ? കണ്ണിനതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? കണ്ണിൽ കൂടെ ആ രൂപം നമ്മളെ ഉള്ളിലേക്ക് പോയി. നമ്മുടെ മനസ്സ് അവിടെ ചെന്ന് തഥാകാരമായി ആ ഒരു തഥാകാര വൃത്തിയെ അന്ധകരണത്തിലേക്ക് കൊണ്ടുപോയി. അതുപോലെ ഒരു നല്ല റോസപ്പൂവാണെങ്കിൽ അതിനൊരു മണമുണ്ട്. ഈ മണം ഇന്ദ്രിയമാണ് കൊണ്ട് മനസ്സിൽ കൊടുക്കുക. ഈ മനസ്സിന് അവിടെ കൊണ്ടു കൊടുക്കാനേ പറ്റുള്ളൂ. ആ അന്ധകരണത്തിൽ എത്തിക്കുക. ബുദ്ധിയാണ് തീരുമാനിക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നിറവും മണവും രൂപവും ഒക്കെ കണ്ടിട്ടേ ഇതൊരു റോസപ്പൂവാണ് എന്ന് ആരാ നിശ്ചയിക്കുന്നത്? അത് അനുമാനമാണ് ശരിക്കും, ഇല്ലേ? കാണുന്നുണ്ടോ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നുണ്ടോ ഇത് ഇന്നതാണ് എന്ന്? ബുദ്ധി അനുമാനിക്കുക ചെയ്യുന്നത്, അല്ലേ? എന്താ ബുദ്ധി അനുമാനിക്കുന്നതേ ഉള്ളൂ. അതായത് ഈ അനുഭവം എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താണ്? അതിനെ അറിയുക, അതാണ് അനുഭവം. അറിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ നല്ല സ്വാദുള്ള ഭക്ഷണം കഴിച്ചു. ഈ ഉറങ്ങിക്കിടക്കാൻ പിള്ളേർക്കൊക്കെ പിന്നെ അയ്യോ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് വാരി കൊടുക്കും. പക്ഷേ അവരറിയുന്നേ ഇല്ല, അതിൻ്റെ രുചിയോ മണമോ ഒന്നും അറിയുന്നില്ല. അപ്പം അത് അത് ഭോഗ്യമായിട്ട് തീരണമെങ്കിൽ, അത് സന്തോഷമായിട്ട് കഴിക്കണമെങ്കിൽ, സ്വാദോടെ കഴിക്കണമെങ്കിൽ അറിയണമത്. അപ്പോൾ അറിഞ്ഞു എന്നുള്ളതാണ് ശരിയായ ഭോഗം എന്ന് പറയുന്നത്, അറിവാണ്. അതുപോലെ ഭോജ്യം ഭോക്ത. ഇപ്പോൾ ഭോക്താവാരാണ്? ഭോജ്യം വിഷയത്തെ അറിയുക എന്നുള്ളതാണ്. ഈ ഭോക്താവാരാണ്? വിഷയത്തെ അറിയുന്ന ആളാണ്, ഇല്ലേ? അപ്പോൾ രണ്ടും അറിവാണ്. ഒന്ന് കർത്താവായിട്ട് ഞാൻ അറിഞ്ഞു എന്നറിഞ്ഞു, ഒന്ന് ഇതിനെ അറിഞ്ഞു, ഒന്ന് കർമ്മമായിട്ടറിഞ്ഞു. അപ്പം അറിവാണ് ഇവിടെ രണ്ടിടത്തും നിൽക്കുന്നത്. അപ്പം ഭോക്ത യശ്ച പ്രകീർത്തിത വേദയിത ഉഭയം. ഇപ്പോൾ നമ്മൾ പഞ്ചദശി പഠിച്ചു, ഒരു വസ്തുവിനെ അറിയുന്നു എന്ന് പറയുമ്പം ഈ നമ്മുടെ അന്ധകരണം തഥാകാരമായി ആ വിഷയത്തെ നമ്മുടെ അന്ധകരണത്തിൽ കൊണ്ടുവന്നു. അന്ധകരണം ഇതാണെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണല്ലോ അറിയുന്നത്. അപ്പം ഈ അന്ധകരണം അല്ലെങ്കിൽ മനസ്സ് വെളിയിൽ പോയതും വിഷയാകാരമായതും അത് തിരിച്ചു കൊണ്ടുവന്ന് മനസ്സിൽ വന്നു. ബുദ്ധി ഇത് ഇന്നതാണ്, ഇതൊരു പൂവാണ് എന്ന് തീരുമാനിച്ചതും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോധമുണ്ട്. അല്ലാതെ ഇതെല്ലാം ബുദ്ധി ജഡമാണ്, മനസ്സ് ജഡമാണ്, വസ്തു ജഡമാണ്, എല്ലാം ജഡമാണ്. അപ്പോൾ ഇതിനെ എല്ലാം ഒരുപോലെ പ്രവർത്തിപ്പിക്കുന്നതും അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതിനെ പ്രകാശിപ്പിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ഒരു ബോധമാണ്. ആ ബോധമാണ് ഞാൻ, ഇല്ലേ? ആ ബോധമാണ് ഞാനെന്നുള്ള ആ ഒരു അനുഭവത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുന്നത്. ആ ബോധം വേദയിതുഭയം, ഇതിനെ രണ്ടിനെയും അറിയുന്നത്, ഭോക്താവിനെയും ഭോജ്യത്തെയും ഒരുപോലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകയജ്ഞേനെ അറിയുക ഈ പദ്ധതിയിലൊരു പ്രയോഗമുണ്ട്. ഏകയജ്ഞം പ്രത്യേകം ഒന്നും ചെയ്യാനില്ല, അത് യത്നിക്കുന്നില്ല പ്രത്യേകമായിട്ടൊന്നും. അപ്പം ഈ ഭോക്താവിനെയും ഭോജ്യത്തെയും രണ്ടിനെയും വെളിപ്പെടുത്തുന്ന ആ ബോധം അത് ഭുഞ്ചാനോ നലിപ്യത, അതൊന്നും ഭുജിക്കുന്നുമില്ല, ഒന്നിനോടും ലേപനം ചെയ്യുന്നുമില്ല, അത് ഒന്നിനോടും പറ്റിപ്പിടിക്കുന്നുമില്ല. തൃഷു ധാമസു യത് പൂജ്യം ഭോക്തായശ്ച പ്രകീർത്തിത വേദയിതുഭയം യസ്തു സ ഭുഞ്ചാനോ നലിപ്യത. ഇപ്പം ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോഴേ ഞാൻ അറിഞ്ഞു എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ബുദ്ധി ഇരിക്കുന്നത്. ഞാൻ അറിഞ്ഞു. വാസ്തവത്തിൽ എങ്ങനെയാണ്? അറിവ് എന്ന് പറയുന്നത് ആ അറിഞ്ഞ അഹങ്കാരവൃത്തിയെയും അറിയപ്പെട്ട വിഷയത്തെയും എല്ലാം ഒരുപോലെ പ്രകാശിപ്പിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ആ അധിഷ്ഠാനത്തിലെ എന്ത് നടക്കും? അതാണ് സത്യമായ ഈ ഞാൻ എന്നുള്ളതിൻ്റെ ലക്ഷ്യം. ആ ഞാനെന്നുള്ള ലക്ഷ്യം വേദാന്തം അതാണ് അറിയിക്കാനുള്ളത്. അതായത് നമ്മുടെ ഹൃദയത്തിൽ എല്ലാ വിഷയങ്ങളെയും അറിഞ്ഞുകൊണ്ടും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ചൈതന്യമാണ് ഞാനെന്നുള്ളത് നമ്മുടെ അനുഭവത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കണം. ത്രിഷു ധാമസു യത് ഭോജ്യം ഭോക്തായശ്ച പ്രകീർത്തിത വേദയിതുഭയം യസ്തു സഭുഞ്ചാനോ നലിപ്യതേ. ത്രിഷു ധാമസു ജാഗ്രതാദി സ്ഥൂല പ്രവിവിക്താനന്ദാഖ്യം ഭോജ്യം.
ഭോജ്യം എന്ന് പറയുന്നത് 3 നേരത്തെ പറഞ്ഞു. സ്ഥൂല വിഷയങ്ങൾ, സൂക്ഷ്മ വിഷയങ്ങൾ, ആനന്ദം. ഈ 3 വിഷയങ്ങളെയും സ്ഥൂല പ്രവിവിക്താനന്ദാഖ്യം ഭോജ്യം ഏകം ത്രിധാഭൂതം. ഈ ഭോജ്യം എല്ലാം ഒന്ന് തന്നെയാണ്. ഭോജ്യം എന്നുള്ള നിലയിലെല്ലാം ഒന്ന് തന്നെയാണ്, ഇല്ലേ? ഭോജ്യം നമ്മൾ പലവിധ ആഹാരങ്ങൾ കഴിക്കും. ആഹാരം എന്നുള്ള രീതിയിൽ അതൊന്നാണ്. അതുപോലെ അനേക വിഷയങ്ങൾ അറിയുന്നു. ആ വിഷയം എന്നുള്ള രീതിയിൽ അതൊന്നാണ്. ഈ ഭോജ്യം ഞാൻ അനുഭവിച്ച വിഷയം എന്നുള്ള രീതിയിൽ അതൊന്നു തന്നെയാണ്. ത്രിധാഭൂതം യശ്ച വിശ്വതൈജസ പ്രാജ്ഞാഖ്യോ ഭോക്ത ഏകഃ. അല്ലേ? വിശ്വൻ, തൈജസൻ എന്ന് നമ്മളിങ്ങനെ പേരിട്ടു. ഇതറിയുന്നത് വിശ്വനാണ്, സൂക്ഷ്മം അറിയുന്നത് തൈജസനാണ് എന്നിങ്ങനെ പേരിട്ടെങ്കിലും നമ്മുടെ അനുഭവം എന്താണ്? ഞാനാണോ ഇതെല്ലാം അറിഞ്ഞു? അയ്യോ, ഇടയ്ക്കൊന്ന് ഉറങ്ങി സ്വപ്നം കണ്ടുപോയി, ഇടയ്ക്കൊന്ന് ഇച്ചിരി ഉറങ്ങിയും പോയി. അപ്പോൾ ഇതെല്ലാം ഞാനാണ് ചെയ്തത്. ഇല്ല, ഞാൻ ചെയ്തു. പക്ഷെ എവിടെയാണ് നമുക്ക് ഈ ഞാൻ ചെയ്തു, ഞാൻ ഉറങ്ങി, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇതിനെയെല്ലാം വെളിപ്പെടുത്തുന്നതേ ഉള്ളൂ ഞാൻ. അപ്പം ഇതിൻ്റെ ഈ സ്ഥൂല വിഷയങ്ങളെ അനുഭവിക്കുന്ന വിശ്വനെയും സൂക്ഷ്മ വിഷയങ്ങളെ അനുഭവിക്കുന്ന തൈജസ്സിനെയും എല്ലാം വിലയിച്ചിരിക്കുന്ന അവസ്ഥയെയും ആ ആനന്ദം അനുഭവിക്കുന്ന പ്രാജ്ഞനെയും ഒരേപോലെ വെളിപ്പെടുത്തുന്നത് ചൈതന്യം യാതൊന്നാണോ അതാണ് ഞാൻ. അത് ആണ് ഞാൻ എന്നുള്ളതിൻ്റെ ലക്ഷ്യം. മറ്റേത് അഹങ്കാരവൃത്തിയാണ്. അതിൻ്റെ അഹങ്കാരവൃത്തിയും പ്രകാശിക്കുന്നത് ഈ ചൈതന്യത്തിലാണ് എന്ന് ഈ ഋഷിയെ വേർപെടുത്തുന്ന പോലെ, മുഞ്ഞപ്പുല്ലിൽ നിന്ന് ഇങ്ങനെ വേർപെടുത്തുന്നത് പോലെ ജാഗ്രതത്തിനെ മാറ്റി സ്വപ്നത്തിനെ മാറ്റി സുഷുപ്തിയിൽ എന്താണ് എന്ന് നല്ലതുപോലെ ചിന്തിച്ച് അവിടെ ആ സുഷുപ്തിയെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനൊന്നും അറിയുന്നില്ല എന്നുള്ള അജ്ഞാനവൃത്തിയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു ചൈതന്യമാണ്. അതിനെ വേർപിരിച്ചെടുക്കണം. പ്രഗൃഹ്യാത്. അതിന് തം സ്വശരീരാത് പ്രഗൃഹേത്. അപ്പോൾ നമ്മൾ ശരീരത്തിലാണ് ഇരിക്കുന്നത്, ഇല്ല? ശരീരം ഞാനെന്നുള്ള അനുഭവത്തോടാണ് ഇരിക്കുന്നത്. പക്ഷേ ആത്മാവിൻ്റെ അധിഷ്ഠാനം ഇല്ലെങ്കിൽ ഒന്നും തന്നെ ഇരിക്കുന്നില്ല. അപ്പം ആ ആത്മാവിനെ സ്വശരീരാത് പ്രഗൃഹേത്, തൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്നും വേർതിരിച്ച് അറിയണം. അതുകൊണ്ട് ഏകത്വേന പ്രതിസന്ധാനാത് ദ്രഷ്ടത്വാത് അവിശേഷാച്ച പ്രകീർത്തി. സോഹമിത്യേകത്വേന പ്രതിസന്ധാനാത്. ഇപ്പോൾ നമുക്കിങ്ങനെ അഭിജ്ഞ ഉണ്ടാകുന്നുണ്ട്. ഉണർന്നിരുന്ന ഞാനാണ്. സ്വപ്നത്തിലുണ്ടാകുന്നില്ല. കാരണം ഈ ജാഗ്രത അഭിമാനായ പുരുഷൻ സ്വപ്നത്തിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് അവിടെ അറിയാൻ സാധിക്കില്ല. എന്നാൽ ഉണർന്നിരിക്കുമ്പോൾ അറിയാം, ഞാനാണ് സ്വപ്നം കണ്ടത്, ഞാനാണ് ഉറങ്ങിയത് എന്നറിയാൻ പറ്റും. അതാണ് പ്രത്യഭിജ്ഞ. ഈ ഞാൻ തന്നെയാണത് എന്നിങ്ങനെയുള്ള പ്രത്യഭിജ്ഞ ഉണ്ടാകുന്നത് കൊണ്ടും ദ്രഷ്ടത്വം ആവിശേഷാച്ച. ഈ സ്വപ്നം കണ്ട ഞാൻ തന്നെയാണ് സുഷുപ്തി അറിഞ്ഞത്, അല്ലെങ്കിൽ ഈ ജാഗ്രതത്തിനെ അറിയുന്നതെന്നാണല്ലോ അനുഭവം. ഞാനൊരാൾ ഉറങ്ങി വേറൊരാൾ സ്വപ്നം കണ്ടു എന്നല്ലല്ലോ അനുഭവം, ഞാൻ തന്നെ കണ്ടു എന്നാണല്ലോ അനുഭവം. അതുകൊണ്ട് ദ്രഷ്ടത്വ അവിശേഷാത്. അവിടെ അവിശേഷമാണ്, വിശേഷമൊന്നുമില്ല, ഒരാൾ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടും യോ വേദ ഏതത് ഉഭയം ഭോജ്യ ഭോക്തൃതയ അനേകഥാ ഭിന്നം സഭുഞ്ചാനാണ് ലിപ്യത. യഹ വേദ ഏതദുഭയം, രണ്ടിനെയും ഒരുമിച്ചറിയുന്നത്. അതാണ് ഭോജ്യ ഭോക്തൃതയ. ഭോജ്യമായിട്ടും ഭോക്താവായിട്ടും അനേകഥാ ഭിന്നം. ഈ അനേക വിധത്തിലുള്ള അനുഭവിച്ച അനുഭവങ്ങൾ, ഇതിനെയെല്ലാം അറിയുന്ന ആൾ, യോ വേദ, ആരാണോ അറിയുന്നത്, ആ അറിയുന്ന ചൈതന്യം സപുഞ്ചാനഹ ലിപ്യത, ഒന്നും ഭുജിക്കുന്നുമില്ല, ഒന്നിനോടും ആത്മാവിന്, ആ അറിവിന് ഇതെനിക്ക് നാളെ വേണമെന്ന് വിചാരിക്കാറില്ല. ഇനി നമ്മളിപ്പോൾ നല്ലൊരു അനുഭവം വന്നാൽ ഇതെനിക്ക് ഇനി ഉണ്ടാകണമെന്ന് വിചാരിക്കും. അത് അറിയുന്നത് ആ വിശ്വനാണ്, അല്ലാതെ ആത്മാവല്ല. ആത്മാവിന് അങ്ങനെയൊന്നുമില്ല. ആത്മാവ് എന്താണെങ്കിലും വെളിപ്പെടുത്തുക എന്നുള്ള ഒറ്റയൊരു
ഒരു ധർമ്മമേ ഉള്ളൂ അതിന്. യോ വേദ ഏതദുഭയം ഭോജ്യ ഭോക്തൃതയ അനേകഥാ ഭിന്നം സഭുഞ്ജാനഃ ന ലിപ്യതേ. ഭോജ്യസ്യ സർവസ്യ ഏകസ്യ ഭോക്തുഃ ഭോജ്യത്വാത്. കാരണം ഭോജ്യസ്യ സർവസ്യ എല്ലാ ഭോജ്യങ്ങളുടെയും എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതിനെ എല്ലാ അനുഭവങ്ങളുടെയും ഏകസ്യ ഭോക്തുഃ ഭോജ്യത്വാത്. ഏകസ്യ ഭോക്തുഃ ഒരേ ഒരു ഭോക്താവിനാണ് ഭോജ്യമായിട്ടിരിക്കുന്നത്. കാരണം ഞാനാണ് എല്ലാം അനുഭവിക്കുന്നത്. ആ ഒരേ ഒരാളിനാണ് എല്ലാം ഭോജ്യമായിട്ടിരിക്കുന്നത്, അനുഭവമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെയെല്ലാം ഒരു ഏകയജ്ഞേനെ അറിയുന്ന ആ സാക്ഷിക്ക്, അല്ലെങ്കിൽ അക്ഷരനാണല്ലോ നമ്മളോട് തുടങ്ങിയിരിക്കുന്നത്, ഓമിത്യേത് അക്ഷരമില്ല, ആ അക്ഷരന് ഒരു വിധത്തിലുള്ള ലേപനമോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. പുഞ്ചാനഹ അതൊന്നും ഭുജിക്കുന്നുമില്ല. ഈ ആത്മാവൊന്നും ഭുജിക്കുന്നുമില്ല. അഹങ്കാരമാണ് ഭുജിക്കുന്നത്. യോ വേദേ ഉഭയം ഭോജ്യ ഭോക്തൃതയ അനേകഥാ ഭിന്നം സ പുഞ്ചാനോ ന ലിപ്യതേ. ഭോജ്യസ്യ സർവസ്യ ഏകസ്യ ഭോക്തുഃ ഭോജ്യത്വാത് നഹി യസ്യ യോ വിഷയഃ ന തേന ഹീയതേ വർത്തതേവ. നഹി യസ്യ യഹ വിഷയഃ. ഒരു വിഷയം ഒരാൾക്ക് അനുഭവമായി എങ്കിൽ ആ വിഷയം ഈ അറിയുന്ന ആളിനെ വളർത്തുകയോ വലുതാക്കുകയോ മഹാനാക്കുകയോ അല്ലെങ്കിൽ ചെറുതാക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നഹി അഗ്നി സവിഷയം തത്വ കാഷ്ടാദി തത്വ. ഒരു വിറക് കത്തുമ്പം വിറകിനെ കത്തിച്ചു, വിറക് തീർന്നപ്പം അഗ്നിയും തീർന്നു, അവിടെ അഗ്നിയില്ല. പക്ഷേ അഗ്നി എന്ന തത്വത്തിന് എന്തെങ്കിലും വ്യത്യാസം? അതിനൊന്നും സംഭവിക്കുന്നില്ല. ഒരു വിഷയം അനുഭവിച്ചു എന്ന് വിചാരിച്ച് ഇതിൻ്റെ സാക്ഷിക്ക് ഒരു വിധത്തിലോ വ്യത്യാസവും ഉണ്ടാകുന്നില്ല. ഇതിനെ നല്ലപോലെ മനനം ചെയ്ത് വേർതിരിച്ചറിയണം. അതാണ് യഥാ മുഞ്ചാദശീകൈവം ത്രിഷു താമസു യദ്ഭോഗ്യം ഭോക്തായശ്ച പ്രകീർത്തിത വേദൈതദുഭയം യസ്തു സ പുഞ്ചാനഃ ന ലിപ്യതേ. പ്രഭവഃ സർവഭാവാനാം സദാമിതി വിനിശ്ചയ സർവം ജനയതി പ്രാണശ്ചേതോംശൂൻ പുരുഷപൃഥക്. പ്രഭവഃ സർവഭാവാനാം സദാം ഇതി വിനിശ്ചയ സർവം ജനയതി പ്രാണശ്ചേതോംശൂൻ പുരുഷപൃഥക്. പ്രഭവഃ സർവഭാവാനാം സദാം ഇതി വിനിശ്ചയ സർവം ജനയതി പ്രാണഃ ചേതഃ അംശൂൻ പുരുഷഃ പൃഥക്. നമ്മൾ ആദ്യത്തെ തുടങ്ങുമ്പം തന്നെ ഒരു അംശുവിനെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇവിടുത്തെ മംഗളശ്ലോകത്തിൽ തന്നെ പ്രജ്ഞാനാംശു. അപ്പോൾ ആ പ്രജ്ഞാനാംശുവാണ് ഇവിടെ. ചേതോംശുവൻ പ്രജ്ഞാനാംശു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രതിഫലിക്കുന്നത് ഇതിന്. ചേതോംശുവൻ പുരുഷപൃഥക്. പ്രഭവ സർവഭാവാനാം സദാം സർവഭാവാനാം പ്രഭവഃ വിനിശ്ചയഃ. സദാം സർവഭാവാനാം സദാ ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഉണ്ടെന്ന് അറിയപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും പ്രഭവം ഉൽപ്പത്തി നിശ്ചയമാണ്. അത് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതാണ്. ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടായതാണ്. നമ്മളിപ്പോൾ കാണുന്ന വിഷയങ്ങൾക്കെല്ലാം, ഈ കാണപ്പെട്ട എല്ലാത്തിനും ഉത്ഭവമുണ്ട്. നമ്മൾ അറിയപ്പെടുന്ന എല്ലാത്തിനും ഉത്ഭവമുണ്ട്. ആ പ്രഭവ വിനിശ്ചയ സർവം ജനയതി. ആരാ ഇതിനെയെല്ലാം ഉണ്ടാക്കുന്നത്? സർവം ജനയതി പ്രാണനാണ് ഉണ്ടാക്കുന്നത്. ചേതോംശുവൻ പുരുഷപൃഥക്. ഈ അക്ഷരൻ്റെ ഉപാധി എന്ന് പറയുന്നത് ആകാശമാണ്, അവ്യാകൃത ആകാശം. അവ്യാകൃത ആകാശ ഉപാധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യമാണ് അക്ഷരൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വ്യാകരണം തുടങ്ങുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഈ പ്രപഞ്ചമായിട്ട് പരിണമിച്ചു. അപ്പോൾ ഇവിടെ കാണുന്നതെല്ലാം ഉണ്ടായതാണ്, ഈ പ്രാണനിൽ നിന്നുണ്ടായതാണ്. വിനിശ്ചയം അത് തീർച്ചയാണ്. സദാം സർവഭാവാനാം പ്രഭവഃ വിനിശ്ചയഃ സർവം ജനയതി പ്രാണഃ ചേതോംശൂൻ പുരുഷപൃഥക്.
നമ്മളിവിടെ ജാഗ്രത പറഞ്ഞു, സ്വപ്നം പറഞ്ഞു, സുഷുപ്തി പറഞ്ഞു. സുഷുപ്തി പറഞ്ഞിടത്താണ് ആ അക്ഷരനെക്കുറിച്ച് പറയുന്നത്. സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഏഷ സർവേശ്വര, ഏഷ സർവജ്ഞ, ഏഷ ഓന്തര്യാമി എന്നാണ് പറഞ്ഞത്. അതാണ് അവിടുന്നാണ് സകല പ്രപഞ്ചവും ഇവിടുന്നാണ് എല്ലാ പ്രപഞ്ചവും ഉണ്ടാകുന്നതെന്നും പറഞ്ഞു. ഈ നമ്മൾക്ക് ഈ ഉറക്കത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ ഉറങ്ങുന്നു, നമ്മൾ ഉറങ്ങിയപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് യാതൊരു ബോധവും ഇല്ലല്ലോ, നമ്മളുണ്ടാക്കിയതാണ് ഇതുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായോ, അതാണ് സംശയം ഇവിടെ പറയുന്നത്. ഈ ഉറങ്ങുമ്പോൾ എവിടെ ഇരിക്കുന്നു ജീവൻ? പ്രാണനിൽ വിലയിച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. പ്രാണനിൽ വിലയിച്ചിരിക്കുകയാണ് ആ സമയം. പ്രാണനിൽ വിലയിച്ചിരിക്കുമ്പം ആ പ്രാണമാത്രമാണ്. പ്രാണമാത്രം ആയിട്ട് ഇരിക്കുന്ന അവിടുന്ന് ഈ ഇങ്ങനൊരു വലിയ പ്രപഞ്ചം ഉണ്ടാകാമോ എന്നുള്ളതിന് ഒരാൾ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നാലല്ലെങ്കിൽ 3 വിധ ജന്മങ്ങളെ എടുക്കുകയാണെങ്കിൽ ഈ ഉത്ഭിജം, അണ്ഡജം, യോനിജം, ഇങ്ങനെ 3 വിധം. മറ്റേത് നമ്മൾ എടുക്കുന്നില്ല, അല്ല അതിനെ എടുത്തില്ല, ഈ 3 പറയുക. അപ്പം അതിനെ ചിന്തിക്കുകയാണെങ്കിലേ, ഉത്ഭിജം എന്ന് പറയുമ്പോൾ ഒരു പൊട്ടി വരുന്ന വൃക്ഷങ്ങളൊക്കെയാണല്ലോ. ഈ വൃക്ഷം എവിടുന്ന വരുന്നത്, കിളിച്ച് വരുന്നത് ഒരു വിത്തിൽ നിന്നല്ലേ വിളിച്ച് വരുന്നത്. ഇപ്പം മാങ്ങ ധാരാളം ദിവസം ഒരു മാങ്ങാണ്ടി വീണാൽ അതിൻ്റെ അകത്തൊരു മാവുണ്ടോ? നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നമ്മളൊന്നും തന്നെ കാണുന്നില്ല അതിൻ്റെ അകത്താണ് ഈ മാവിൻ്റെ ഈ വലിയ തടിയും ഇലയും പൂവും കായും എല്ലാം അതിൻ്റെ അകത്ത് ആ അതിസൂക്ഷ്മ രൂപത്തിൽ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് വളർന്നു വരത്തില്ല. അപ്പം അങ്ങനെ വരുന്നുണ്ട്. അതേപോലെ ഇപ്പം ഒരു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു അണ്ഡജം, ഒരു മുട്ട എടുത്താൽ അതിൻ്റെ അകത്ത് നമ്മൾ വല്ലതും കാണുന്നുണ്ടോ? കോഴിയെ കാണുന്നുണ്ടോ? അതിൻ്റെ ഈ രോമങ്ങൾ, ചിറകുകളോ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. അതേപോലെ ഒരു മനുഷ്യൻ്റെ ഒരു വളരെ ഒരു ബിന്ദു വീര്യം, അതിൽ നിന്നാണ് ഒരു മനുഷ്യനുണ്ടാകുന്നത്. ഈ മനുഷ്യന് എന്തെല്ലാം ഉണ്ട്? തൊലിയുണ്ട്, എല്ലുണ്ട്, രക്തമുണ്ട്, തലമുടിയുണ്ട്, ഇങ്ങനെ എന്തെല്ലാം അംഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ അതിസൂക്ഷ്മമായിട്ട് ഇരിക്കുന്നതുകൊണ്ടല്ലേ അത് വെളിപ്പെട്ട് വരുന്നത്. അതിൻ്റെ സാഹചര്യം ശരിയായപ്പോഴാണ് അത് വെളിപ്പെട്ട് വന്നു. അതേപോലെ ഉറക്കത്തിലെല്ലാം അങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. നമുക്കറിയാൻ പാടില്ല, നമ്മുടെ അറിവില്ലായ്മയത്. അതുകൊണ്ടാണല്ലോ അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യ ഉള്ളത് കൊണ്ട് നമുക്കിതൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ എല്ലാം തന്നെ ആ പ്രാണനിൽ വിലയിച്ചിരിപ്പുണ്ട്. അത് സർവേശ്വരനാണ്, സർവജ്ഞനാണ്, സർവാന്തര്യാമയാണ്. ഏഷ യോനി സർവസ്യ, സർവഭൂതങ്ങൾക്കും യോനിയാണ്, കാരണമാണെന്ന് നമുക്കിങ്ങനെ ചിന്തിക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഇപ്പം വളരെ ചെറിയ ഒരു മാങ്ങാണ്ടി, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ബീജത്തിൽ, ഒരു ബിന്ദു വീര്യത്തിൽ ഇരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ, അതുപോലെ ഈ സകല ജഗത്തും ബീജരൂപത്തിലിരിക്കുന്ന ഒരവസ്ഥയാണ് പ്രാണൻ. ആ പ്രാണനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് നിശ്ചയം. ഈ പ്രപഞ്ചം, കാണപ്പെടുന്ന പ്രപഞ്ചം ഉണ്ടായതാണെന്ന് നിശ്ചയം. ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാണനാകുന്നു. ശ്വേതജം പൊതുവെ പലരും 3 എടുക്കുന്നു. ഉള്ളത് കൊണ്ടാണ് ജരായുജം. പ്രഭവ സർവഭാവാനാം സതാം ഇതി വിനിശ്ചയ സർവം ജനേതി പ്രാണശ്ചേതോംശുവൻ പുരുഷ പൃഥക്. സതാം വിദ്യമാനാനാം, സതാം എന്നുള്ളതിനർത്ഥമാണ് വിദ്യമാനാനാം, സ്വേന അവിദ്യാകൃത നാമരൂപമായ സ്വരൂപേണ. ഇപ്പം ആചാര്യന്മാരാണ് പറയുന്നത്. ഈശ്വരന് ഇത് മനസ്സിലായിട്ടില്ലല്ലോ, മനസ്സിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഈ നമ്മൾ വിദ്യമാനാനാന്ന് പറഞ്ഞു. ഇപ്പം എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന എല്ലാ വസ്തുക്കളും എങ്ങനെ ഉണ്ടായതാണ്? സ്വേന അവിദ്യാകൃത നാമരൂപമായ സ്വരൂപേണ, അവിദ്യ കൊണ്ടുണ്ടായതാണ് ഇതെല്ലാം. എല്ലാം നാമരൂപം മാത്രമല്ല, പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ നാമരൂപമാണ് ഓരോന്നിനെ ഉള്ളത്.
അപ്പോൾ ഈ നാമരൂപങ്ങളെല്ലാം മായാസ്വരൂപേണ സർവഭാവാനാം വിശ്വതൈജസ പ്രാജ്ഞഭേദാനാം പ്രഭവ ഉൽപ്പത്തി. അപ്പം വിശ്വനും തൈജസനും പ്രാജ്ഞനും ഉണ്ടായത് തന്നെയാണ്, ഉണ്ടായതാണ്. അതിനെല്ലാം ഉൽപ്പത്തി കാരണം അവിദ്യയാകുന്നു. ഭക്ഷ്യതേജ വന്ധ്യാപുത്രോന്ന തത്വേന മായയാവാപിജായതേ. വന്ധ്യാപുത്രൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ മായ കൊണ്ടുണ്ടായെന്ന് പറഞ്ഞാൽ മായ കൊണ്ടും ഉണ്ടായിട്ടില്ല, തത്വത്തിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ടായിട്ടേ ഇല്ല, ഒരു വാക്ക് മാത്രമേ ഉള്ളൂ വന്ധ്യാപുത്രൻ. അങ്ങനെ ഒരു വന്ധ്യാപുത്രനില്ല. യദി ഹ്യസതാമേവ ജന്മ സ്യാത് ബ്രഹ്മണോ അവ്യവഹാര്യസ്യ ഗ്രഹണദ്വാരാഭാവാത് അസത്വപ്രസംഗഃ. അപ്പം യദി അസതാമേവ ജന്മ സ്യാത് ബ്രഹ്മണഃ, ജന്മ സ്യാത് ഈ പ്രപഞ്ചം അസതാമേവ ജന്മ, അപ്പോൾ ഇത് ഉണ്ട് എന്ന് പറഞ്ഞു, ഇത് അസത്താണെന്നും പറഞ്ഞു. ഈ പ്രപഞ്ചമില്ല, മായ അവിദ്യാകൃതമാണ് എന്നെല്ലാം പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ ഇല്ലാത്ത ഒന്നിനാണ് പ്രപഞ്ചം ഉണ്ടാകുമെന്ന് നമ്മളങ്ങോട്ട് തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിലോ യദി ഹ്യസതാമേവ ജന്മ, അസത്തിൽ നിന്ന് തന്നെയാണ് ഈ ജന്മം ഉണ്ടായതെങ്കിൽ ബ്രഹ്മണഃ അവ്യവഹാര്യസ്യ, അവ്യവഹാര്യമാണ് ബ്രഹ്മം. ബ്രഹ്മത്തിനെക്കുറിച്ച് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം പിന്തിരിയുന്ന ഒരു ഇടമാണ് ആ ആത്മ പ്രകാശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവ്യവഹാര്യസ്യ ബ്രഹ്മണഃ, ഒരിക്കലും വ്യവഹാരത്തിന് വിഷയമല്ലാതിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ ഗ്രഹണദ്വാരാഭാവാത്. എങ്ങനെയാണ് ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നത്? ഇതെല്ലാം വന്ധ്യാപുത്രനെ പോലെ ഉണ്ടായതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുകയാണെങ്കിൽ, പ്രപഞ്ചമെല്ലാം അസത്തിൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ എല്ലാം അസത്താണല്ലോ. അസത്തായ ഒരു പ്രപഞ്ചത്തെ വെച്ചുകൊണ്ട് എങ്ങനെ ബ്രഹ്മത്തെ നമുക്കറിയാൻ പറ്റും? സത്തായ ബ്രഹ്മത്തെ എങ്ങനെ അറിയാൻ പറ്റും? അപ്പം ബ്രഹ്മണ അവ്യവഹാരസ്യ ഗ്രഹണദ്വാരാഭാവാത്, അതായത് ബ്രഹ്മത്തെ അറിയാൻ ഒരു വഴിയുമില്ല. അപ്പോൾ ഈ എല്ലാം അസത്താണെങ്കിൽ സത്തായ ബ്രഹ്മം ഉണ്ടെന്ന് വ്യവഹരിക്കണ്ടേ? ആ അവ്യവഹാര്യമായിരിക്കുന്ന ബ്രഹ്മത്തെ എങ്ങനെ അറിയാൻ സാധിക്കും? അറിയാനൊരു വഴിയില്ല. അവ്യവഹാരസ്യ ഗ്രഹണദ്വാര അഭാവാത് അസത്വപ്രസംഗം. ഇപ്പോൾ ഒരു ബ്രഹ്മം ഇല്ലെന്നേ പറയേണ്ടി വരും. കാരണം ഈ പ്രപഞ്ചം അസത്തിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ എല്ലാം അസത്താണല്ലോ. എല്ലാം അസത്തായിട്ടിരിക്കെ സത്തിനെ എങ്ങനെ അറിയാൻ സാധിക്കും? സത്ത് വ്യവഹാരയോഗ്യമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് വ്യവഹരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഒരിക്കലും വ്യവഹരിക്കാൻ സാധ്യമല്ലാത്ത ബ്രഹ്മസ്വരൂപത്തെ അസത്തിൽ നിന്നുണ്ടായതാണ് പ്രപഞ്ചമെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് അറിയാൻ സാധിക്കത്തില്ല. അപ്പം ബ്രഹ്മത്തെ അറിയാൻ ഒരു വഴിയില്ല എന്നാകും. ഗ്രഹണദ്വാരാഭാവാത് അസത്വപ്രസംഗഃ. ദൃഷ്ടം ച രജ്ജുസർപ്പാദീനാം അവിദ്യാകൃതമായാബീജോത്പന്നാനാം രജ്ജ്വാദ്യാത്മന സത്വം. ദൃഷ്ടം ച രജ്ജുസർപ്പാദീനാം അവിദ്യാകൃതമായാബീജോത്പന്നാനാം. നമ്മളെപ്പോഴും ഉദാഹരണം പറഞ്ഞത് രജ്ജുസർപ്പമാണ്. ഒരു രജ്ജുവിൽ ഒരു സർപ്പത്തെ കണ്ടു. ആ രജ്ജുവിൽ സർപ്പത്തെ കണ്ടപ്പം രജ്ജ്വാത്മന സത്വം, അത് ആ പാമ്പിനെ ഒരു കയറിൽ കണ്ട പാമ്പ്, അത് കയറിൽ പാമ്പിനെ കണ്ടു, ആ പാമ്പെന്നൊന്നേ ഇല്ല, കയറ് മാത്രമാണ് സത്യം എന്നാണല്ലോ നമ്മൾ ഉദാഹരണം പറയുന്നത്. പക്ഷെങ്കിൽ ആ എങ്ങുമേ ഇല്ലാത്ത ഒരു പാമ്പിനെ എങ്ങനെ കാണും? അങ്ങനെ ഒരു വസ്തുവേ ഇല്ല എങ്കിൽ എങ്ങനെ കാണും? അതുകൊണ്ട് രജ്ജ്വാദ്യാത്മന സത്വം, അതിനൊരു സത്വമുണ്ട്. രജ്ജു ആത്മാവായിട്ടിരിക്കാൻ നമ്മളൊരു പാമ്പിനെ ഒരു കയറിലല്ലേ പാമ്പിനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു മലയ്ക്കകത്ത് പാമ്പിനെ കാണും. മലയെ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ ഒരു കലം ഇരിക്കുന്നു, അതൊരു പാമ്പാണെന്ന് തോന്നുന്നു. ഒരു കസേര ഇരിക്കുന്നു, പാമ്പാണെന്ന് തോന്നുന്നു. ഒരു കയറാണ് പാമ്പാണെന്ന് തോന്നിയത്. അല്ലെങ്കിൽ അതേപോലെ ഒരു കമ്പോ അങ്ങനെ ഒരു വസ്തുവിനെയാണ് പാമ്പാണെന്ന് കാണും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിദ്യാരൂപത്തിൽ അതിലുണ്ട്. ഈ രജ്ജുവിൽ അവിദ്യാരൂപത്തിൽ ഈ പാമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ കാണുന്നല്ലേ, കാണത്തില്ല. അവിദ്യാത്മന നഹി അവിദ്യാഗത മായാബീജോൽപ്പന്നാനാം രജ്ജ്വാദ്യാത്മന സത്വം നഹി നിരാസ്പദ രജ്ജുസർപ്പ മൃഗദൃഷ്ണികാദേഹ ക്വചിത് ഉപലഭ്യന്തേ കേനചിത്.
ഈ നിരാസ്പദ, ഒരാസ്പദവുമില്ലാതെ, അതായത് ഒരു അധിഷ്ഠാനമില്ലാതെ, ഏതെങ്കിലും ഒരു അധിഷ്ഠാനമില്ലാതെ ഈ ആരോപമായ വസ്തുവിനെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ രജ്ജു സർപ്പ മൃഗതൃഷ്ണാദി, രജ്ജുവിൽ ഈ സർപ്പത്തിനെ നമ്മൾ അറിയണമെങ്കിൽ രജ്ജു എന്നൊരു വസ്തു വേണം. രജ്ജു എന്നൊരു അധിഷ്ഠാനത്തിൽ മാത്രമേ സർപ്പത്തിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ മൃഗതൃഷ്ണിക, ഒരു വെള്ളം ഉണ്ടെന്ന് കാണണമെങ്കിൽ അവിടെ ഒരു ഊഷരഭൂമി ഉണ്ടായിരിക്കണം. ഇല്ലാതെ ഒരു എന്തെങ്കിലും ഒന്ന് ഉണ്ടായിട്ടാണ് മറ്റൊന്നിനെ നമ്മൾ കാണുന്നത്, ആരോപത്തെ കാണുന്നത്. അതുപോലെ ഇവിടെ പാമ്പിനെ കണ്ടു എന്ന് പറയണം. ഈ പാമ്പ് അവിദ്യാരൂപത്തിൽ ഈ രജ്ജുവിലിരുന്നു എന്ന് തന്നെ സമ്മതിക്കണം, ഇല്ലെങ്കിൽ അതിനെ കാണാനൊക്കത്തില്ല. അതുകൊണ്ട് നിരാസ്പദ രജ്ജു സർപ്പ മൃഗതൃഷ്ണികാദയ ക്വചിത് ഉപലഭ്യന്തേ കേനചിത് യഥാ രജ്ജ്വാം പ്രാക് സർപ്പോത്പത്തേഹ രജ്ജു ആത്മന സർപ്പ സൻ ഏവാസീത്. രജ്ജ്വാം പ്രാക് സർപ്പോത്പത്തേഹ, ഈ സർപ്പോത്പത്തേഹ പ്രാക്, സർപ്പം ഉണ്ടാകുന്നതിന് മുമ്പ്, അത് നമ്മൾ സർപ്പത്തിനെ കാണുന്നതിന് മുമ്പ്, ഒരു രജ്ജുവിനെ കണ്ടില്ല, ഒന്നും കണ്ടില്ല, രജ്ജു അവിടെ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ രജ്ജുവിനെ അവിടെ അങ്ങോട്ട് നോക്കി ഇത് പാമ്പാണെന്ന് കാണുന്നതിന് മുൻപ് രജ്ജു പ്രാക് സർപ്പോത്പത്തേഹ രജ്ജ്വാത്മന സർപ്പസൻ ഏവ ആസീത്. രജ്ജ്വാത്മന, ആ രജ്ജുവിൻ്റെ രൂപത്തിൽ ആ സർപ്പമുണ്ട് എന്ന് തന്നെ, അത് എന്താണെന്ന് വെച്ചാൽ അവിദ്യാകൃതമാണ് എന്ന് തന്നെ എടുക്കണം. സന്നേവാസീത് ഏവം സർവഭാവാനാം ഉൽപ്പത്തേഹ പ്രാണബീജാത്മന ഏവ സത്വം. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് സർവഭാവാനാം ഉൽപ്പത്തേഹ, ഭാവം എന്ന് പറഞ്ഞാൽ ഉള്ളതെന്നർത്ഥം. നമ്മളെന്തൊക്കെ അറിയുന്നു അതല്ല, ഈ അറിയപ്പെട്ടതെല്ലാം അതുണ്ടാകുന്നതിന് മുൻപ് ബീജാത്മന ഏവ സത്വം, പ്രാണനായിട്ട് തന്നെ ഇരിക്കും. അതായത് ആദ്യം നമ്മളന്നൊരു ഉദാഹരണം പറഞ്ഞു, നമ്മളിവിടെ മേഘം കാണുന്നു, മേഘം കറുത്തിരുണ്ട് അങ്ങനെ ഇരിക്കുന്നതിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ അടുത്ത് ചെന്ന് നോക്കുകയാണെങ്കിൽ വളരെ സൂക്ഷ്മമായ ജലഗണങ്ങൾ അതിലുണ്ടായിരിക്കും. അപ്പോൾ ആ ജലഗണങ്ങളുണ്ട് അവിടെ. അതുപോലെ ഈ പ്രാണൻ എന്ന് പറഞ്ഞതിൽ അതിസൂക്ഷ്മമായിട്ട് സംസ്കാരങ്ങൾ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് വെളി വരുന്നത്. പ്രാണബീജാത്മന ഏവ സത്വം ഇത്യതഃ ശ്രുതിരവിഭക്തി ബ്രഹ്മൈവേദം ആത്മൈവേദം അഗ്ര ആസീത്. അതായത് ഈ സദാത്മന സത്വം, ഇപ്പോൾ സത്തായിട്ടാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മൈവേദം, എന്ത് പ്രപഞ്ചം കാണുന്നോ അത് സത്തായിട്ടാണ് നമ്മളറിയുന്നത്. ആ സത്തായിട്ട് അറിയാനുള്ള കാരണം ഇതിന് അധിഷ്ഠാനമായ സദ്വസ്തു ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബ്രഹ്മൈവേദം എന്ന് പറഞ്ഞത്. സർവം ജനേതി പ്രാണശ്ചേതോംശൂൻ അംശവൈവ രവേഹ ചിദാത്മകസ്യ പുരുഷസ്യ ചേതോരൂപ ജലാർക്കസമാ തൈജസ വിശ്വഭേദേന ദേവതിര്യകാദി ദേഹഭേദേഷു വിഭാവ്യമാനശ്ചേതോംശവോ യേ താൻ പുരുഷഃ പൃഥഗ് വിഷയഭാവ വിലക്ഷണാൻ അഗ്നി വിസ്ഫുലിംഗവത് സലക്ഷണാത് ജലാർക്കവച്ച ജീവലക്ഷണാൻ ഇതരാൻ സർവഭാവാൻ പ്രാണോ ബീജാത്മനാഥന. രണ്ടും ഉദാഹരണം അതിൽ പറഞ്ഞിരിക്കുക. ഇപ്പം സർവം ജനേതി പ്രാണഃ, അപ്പം അതാണല്ലോ അത് കാര്യയെ പറഞ്ഞിരിക്കുന്നത്. സർവം ജനേതി പ്രാണഃ ചേതോംശൂൻ. ചേതോംശു എന്ന് വെച്ചാൽ ഈ നമ്മളിവിടെ തുടങ്ങിയ പദ്യം എന്തായാലും തുടങ്ങി പ്രജ്ഞാനാംശു പ്രധാനൈഹി. കേവല ബ്രഹ്മത്തിന്, കേവല പ്രജ്ഞാനത്തിന് അംശം ഉണ്ടാകുമോ? അതിന് പ്രധാനം ഇങ്ങനെ വിസ്തരിക്കാൻ സാധിക്കും? ഒന്നും സാധ്യമല്ല. അത് ഈ കേവല ബ്രഹ്മം എന്ന് പറയുന്നത് നിശ്ചലം, അതിന് നിഷ്ക്രിയം എല്ലാമാണ്. അപ്പോൾ അങ്ങനെയുള്ളതിന് അംശുക്കളും ഉണ്ടാകത്തില്ല. പിന്നെ എങ്ങനെയാണ് അംശം ഉണ്ടായത്? ഈ അന്ധകരണത്തിലുണ്ടായ പ്രതിബിംബ രൂപമാണ് അംശുക്കൾ എന്ന് പറഞ്ഞത്. ഇവിടെ അതുകൊണ്ട് വിദ്യമാനം സ്വേന അവിദ്യാകൃത നാമ രൂപമായ സ്വരൂപേണ സർവഭാവാന വിശ്വതൈജസ പ്രാജ്ഞഭേദ പ്രഭോത്പത്തി. അവിടെ നമ്മൾ വായിച്ചു. സർവം ജനേതി പ്രാണഃ ചേതോംശൂൻ അംശവ ഇവ രവേഹ ചിദാത്മകസ്യ
ഈ കേവല ഈ നമ്മൾ കാണുന്നത് ഉദാഹരണം എന്ന് പറയുന്നത് സൂര്യൻ്റെ രശ്മികളിങ്ങനെ പ്രകാശിക്കുന്നു. അതേപോലെ ചിദാത്മകസ്യ പുരുഷസ്യ ചേതോരൂപ ചിദാത്മകനായ പുരുഷൻ കേവല ചൈതന്യസ്വരൂപനായ ആ ചൈതന്യത്തിൻ്റെ ചേതോരൂപ ജലാർക്കസമ ചേതോരൂപ ഈ അന്ധക്കരണത്തിലുണ്ടാകുന്ന ജലാർക്കസമ എന്ന് പറഞ്ഞുകൊണ്ട് ജലത്തിൽ എപ്രകാരമാണോ സൂര്യൻ പ്രതിബിംബിക്കുന്നത് അപ്രകാരം ഈ ചേതസ് നമ്മുടെ അന്ധക്കരണത്തിൽ ഈ പുരുഷൻ ചിദാത്മകനായ പുരുഷൻ പ്രതിബിംബിക്കുന്നുണ്ട്. അതിനെയാണ് അംശുക്കൾ എന്ന് പറയുന്നത്. ചേതോരൂപ ജലാർക്കസമ അത് പ്രാജ്ഞ തൈജസ വിശ്വഭേദേന ദേവതിര്യകാദി ദേഹഭേദേഷു. അപ്പം പ്രാജ്ഞൻ തൈജസൻ വിശ്വൻ ഒരു ശരീരത്തിലിരുന്ന് ഈ 3 രീതിയിൽ ഭോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇത് ഏത് ശരീരമാണ് ദേവനാവാം തിര്യക്കാകാം അങ്ങനെ ഏത് ദേഹത്തിലും അതിലെല്ലാം അന്ധകരണമുണ്ട്. അന്ധകരണത്തിലിരുന്നുകൊണ്ട് ഈ ഭോഗങ്ങളെ അനുഭവിക്കുകയാണ്. വിഭാവ്യമാനാംശ്ചേദോംശവ ഏതാൻ പുരുഷ പൃഥക് വിഷയഭാവ വിലക്ഷണാൻ അഗ്നിവിസ്ഫുലിംഗവത് സലക്ഷണാ ജലാർക്കവച്ച ജീവലക്ഷണാൻ സ്തു ഇതരാൻ സർവഭാവാൻ പ്രാണഃ ബീജാത്മാ ജനേതി. യഥോർണനാഭി നമ്മൾ കഴിഞ്ഞ ഉപനിഷത്തിൽ പഠിച്ചതോ യഥോർണനാഭി സ്കൃതതേ പിണ്ണതേജ. അതേപോലെ അഗ്നിയിലെ വിസ്ഫുലിംഗം പോലെ ഇപ്പോൾ വലിയ ഒരു അഗ്നി കത്തുന്നു, അതിൽ നിന്ന് അനേകം തീപ്പൊരികൾ ഉണ്ടാകുന്നത് പോലെ ഈ ജീവന്മാരുണ്ടായി എന്നാണ്. ആ ജീവന്മാരെങ്ങനെ ഉണ്ടായി അത് അങ്ങോട്ട് തന്നെ വിലയിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്ന ലക്ഷണം സ്വീതരാൻ സർവഭാവാൻ പ്രാണഃ ബീജാത്മാ ജനേതി. എങ്ങനെയാണോ പൂർണ്ണനാഭി സൃജതയെ ഗണ്ണതേജ അതിൻ്റെ ഇതിനെ വല ഉണ്ടാക്കുകയും അതിനെ തന്നെ ഗ്രഹിക്കുകയും ചെയ്യുന്നത് അപ്രകാരം ഈ പ്രാണൻ ഈ സകല അഗ്നിയിലെ വിസ്ഫുലിംഗങ്ങൾ പോലെ സകല പ്രപഞ്ചത്തെയും സത്തായിട്ട് നമ്മൾ കാണുന്ന സകല വസ്തുക്കളെയും ഉണ്ടാക്കുകയും പിന്നെ അതിലേക്ക് തന്നെ വിലയിപ്പിക്കുകയും ചെയ്യുന്നു. യഥോർണനാഭി യഥാഗ്നേഹേ ക്ഷുദ്രാ വിസ്ഫുലിംഗാഹ ഇത്യാദി ശ്രുതേഹ. അപ്പം ഇതിനെല്ലാം കാരണം ഇതിൻ്റെ എല്ലാം പ്രഭവം ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ പ്രാണനിൽ നിന്നാണ്. പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? പ്രാണൻ അവ്യാകൃത അത് മായോപാധിക ചൈതന്യം. അത് 3-ാം പാദമല്ലേ? പ്രാണോപാധികനായ ചൈതന്യമാണ് ഈശ്വരൻ. ആ ഈശ്വരനാണ് സൃഷ്ടിക്കുന്നത്. അല്ലാതെ പ്രാണന് തന്നെ പോയി സൃഷ്ടിക്കാൻ പറ്റത്തില്ലല്ലോ. ജീവൻ ഉണ്ടെങ്കിലല്ലേ. ഇപ്പം നിങ്ങൾ പറഞ്ഞാലും എല്ലാം ഊർജ്ജമാണെന്നുള്ളത്. ഊർജ്ജത്തിന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഊർജ്ജം എന്തെങ്കിലും ജഡത്തിനൊന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ലല്ലോ. പ്രാണൻ പിന്നെ പ്രാണൻ ജഡമാണ്. പക്ഷേ പ്രാണൻ ഒരിക്കലും പ്രാണൻ മാത്രം അങ്ങനെ ജഡവസ്തുവായിട്ട് നിൽക്കത്തില്ല. എപ്പോഴും അതിൽ പ്രതിബിംബം ഉണ്ടായിരിക്കും. നമ്മുടെ അന്ധകരണത്തിൽ പ്രതിബിംബമായിരിക്കും. പ്രതിബിംബം എപ്പോഴും നമ്മുടെ അന്ധകരണത്തിൽ പ്രതിബിംബമുണ്ട്, ഈശ്വര പ്രതിബിംബമുണ്ട്. അതുകൊണ്ടാണല്ലോ ജീവിച്ചിരിക്കുന്നത് നമ്മൾ. അതാണ് ജീവൻ എന്ന് പറയുന്നത്. അന്ധകരണ വിശിഷ്ട ചൈതന്യമാണ്. അപ്പോൾ ആ ചൈതന്യം ജാഗ്രതത്തിൽ പല വിഷയത്തിൽ പല ഉപാധികളിലും കൂടെ പ്രവർത്തിക്കും, സ്വപ്നത്തിൽ വേറെ പ്രവർത്തിക്കും, ഉറക്കത്തിലൊന്നും പ്രവർത്തിക്കുന്നില്ല. ഒരു ചിലപ്പോൾ പ്രാണനിൽ തന്നെ അടങ്ങിയിരിക്കും. അതാണ് ആ ചൈതന്യം എപ്പോഴും ഉണ്ട്. ചൈതന്യം ഇല്ലാതിരിക്കുക. കാരണം എപ്പോഴും ഒരുപോലെ വിളങ്ങുന്നതല്ലേ ഈ ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അറിവല്ലാതെ എന്താണെന്ന് നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റുന്നത്. ഓരോ വിഷയവും നമ്മൾ അറിയുന്നത് നമ്മുടെ അറിവ് വരുമ്പം നമ്മൾ അറിയുന്നു ഇല്ലേ? അറിവ് എന്നുള്ളതിനെ മാറ്റി നിർത്തിയാൽ എന്താ പ്രപഞ്ചം? അറിവ് അതുകൊണ്ടാണ് അറിവില്ലാതെ ഒരു വസ്തുവില്ല. ഇപ്പം സ്ഥിരമായി എപ്പോഴുമുള്ള വസ്തു സത്യം, മറ്റേത് മിഥ്യ, മാറിപ്പോകുന്നു.
അപ്പോൾ അതിനെ അധിഷ്ഠാനത്തെ അറിയണമെങ്കിൽ ഈ ആരോപത്തെ എല്ലാം മാറ്റി വരുമ്പോഴേ ബാധാവധി അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഈ നാടകം കാണാൻ ഒരു വിവാഹം അവിടെ അധികം പുതുതായിട്ട് വിവാഹം കഴിച്ച ഒരു ഭാര്യയും ഭർത്താവും കൂടെ നാടകം കാണാൻ പോയി. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇവർക്ക് പിരിഞ്ഞുപോയി, രണ്ടുപേരായി. ഈ സ്ത്രീ വെളിയിൽ വന്നപ്പം പറഞ്ഞു ഇങ്ങനെ ഭർത്താവിനെ കാണുന്നില്ല, കണ്ടു കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നോ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തർ വരുമ്പം ഇതാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇതല്ല എന്ന് പറയും. ഒടുവിൽ ഭർത്താവ് ഇറങ്ങി വരും. ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും മിണ്ടത്തില്ല, അവരങ്ങ് തല കുടിച്ച്. അപ്പം അതുപോലെ ഈ വിഷയങ്ങൾ ഓരോന്ന് വരുമ്പോൾ ഇത് ഞാനാണോ എന്നിങ്ങനെ നമ്മൾ പരിശോധിക്കുക. അത് ഈ മുഞ്ചാതിഷീകാമിവ യഥാ മുഞ്ചാതിഷീകൈവ. അപ്പോൾ ഇതാണോ എന്ന് ഇതൊന്നുമല്ല എന്ന് വരുന്നിടത്ത് പിന്നെ ഒന്നും അറിയാനില്ല, അറിവ് മാത്രമേ ഉള്ളൂ, അവിടെ ഒന്നും അറിയാനില്ല. ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ബാധാവധി. ഇപ്പം എല്ലാം മൗനമായി, ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല, മനസ്സും പ്രവർത്തിക്കുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല, കേവല ബോധം മാത്രം. ആ ഒരവസ്ഥയാണ് സത്യം. അവസ്ഥ സത്യമല്ല. അവസ്ഥ എന്ന് പറയുമ്പം ദേശകാലങ്ങളനുസരിച്ചാണല്ലോ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ അവസ്ഥയില്ല, എല്ലാ അവസ്ഥകൾക്കും അതീതമായ അതിനെപ്പറ്റി നേതി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു വാക്കുകൊണ്ട് ഒന്നും പറയാൻ സാധ്യമല്ല അവിടെ എന്താണ് ഏതാണ്. ഇപ്പോൾ ഈ ഉറക്കം വരെ നമുക്ക് പറയാൻ പറ്റും. ഉറക്കത്തിൻ്റെയും ഉറക്കം എന്ന് പറയുമ്പോൾ എല്ലാം പ്രാണനിൽ വിലയിച്ചല്ലോ. അപ്പോൾ അതിന് സാക്ഷിയെ നമ്മളെങ്ങനെ അറിയും? അതിന് സൂക്ഷ്മവൃത്തിഭി അത് സൂക്ഷ്മവൃത്തി കൊണ്ടേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഭദ്രം കർണേഭിശ്രുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസസ്തനൂഭിർव्यसेमदेवहितं यदायु. ഓം സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി.